താഴെചൊവ്വ പുളുക്കോം പാലത്തിന് സമീപത്തെ കാനാമ്പുഴ കരകവിഞ്ഞൊഴുകി സമീപ പ്രദേശങ്ങളിലെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. രക്ഷാപ്രവർത്തകരെത്തി നിരവധി പേരെ വീടുകളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചു. പ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാനാമ്പുഴ കരകവിഞ്ഞൊഴുകിയാണ് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറിയത്. രാവിലെ മുതൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. താഴെചൊവ്വ പുളുക്കോം പാലത്തിന് സമീപത്തെ നിരവധി വീടുകളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളം കയറാൻ ഇനിയും സാധ്യതയുണ്ട്. അതിനാൽ തന്നെയും കൂടുതൽ പേരെ മാറ്റിപ്പാർപ്പിക്കാനും സാധ്യതയുണ്ട്. തിലാന്നൂർ ഭാഗങ്ങളിൽ റോഡുകളിലെല്ലാം വെള്ളം നിറഞ്ഞ അവസ്ഥയാണുള്ളത്. ഇരുചക്ര വാഹനങ്ങൾ ഇതുവഴി അതീവ ശ്രദ്ധയോടെ പോകേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ താഴെചൊവ്വ വളയാവൂരിൽ ഫുള്ളും വെള്ളക്കെട്ടായി. പല വീടുകളും വെള്ളത്തിലാണ്. വെള്ളം കാണിച്ചു വെള്ളം കെട്ടായിട്ടാ വീടെല്ലാം വെള്ളത്തിലായിട്ടാണ്. സ്കൂളിൽ ലീവിലല്ല, നമ്മൾ സ്കൂളിൽ നിന്ന് പോയിട്ടൊന്നുമില്ല. ഇവിടെ ഫുള്ള് വെള്ളം കയറിയോണ്ട് വാഹനമൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ ഉണ്ടായൊരു മരം ഇടിഞ്ഞു വീണിട്ടുണ്ട്, പൊട്ടി വീണിട്ടുണ്ട്. ഇന്നലെ രാത്രി 1 മണിക്കാണ് വീഴുന്നത്. ഫയർഫോഴ്സ് എല്ലാം വന്നിട്ട് മുറിച്ചു മാറ്റുകയായിരുന്നു. ഞാനിപ്പോ എളിയാവൂർ താഴ്ചൊവ്വ എളിയാവൂർ റോഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ പുളുക്കോപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു 5-6 വീട്ടിൽ ഇപ്പം വെള്ളം കയറിയിട്ട് ഇപ്പം അവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ 3-4 ആൾക്കാർ വീട്ടുകാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ കാനാമ്പുഴ തോട് ഇപ്പോൾ നവീകരിച്ചിരുന്നു. അപ്പോൾ അതിലിപ്പോൾ കെട്ടിയതിന് കുറച്ചും കൂടി ഹൈറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിന്റെ ഈ ബുദ്ധിമുട്ട് കുറേ ഭാഗം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അങ്ങനെ അനുഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ടുള്ള വെള്ളം നമ്മളെ ഗൗരിവിലാസ് സ്കൂളിൻ്റെ അവിടെ, പഞ്ചായത്തിൻ്റെ അവിടെയുള്ള വെള്ളം എല്ലാം കൂടി ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറമെല്ലാം കുറേ ആൾക്കാർ മതിൽ കെട്ടി അത് കയ്യേറി, തോട് കയ്യേറി. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഇപ്പോൾ നമുക്കിപ്പം വെള്ളപ്പൊക്കത്തിൻ്റെ അതിരൂക്ഷമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു മരം ഇന്നലെ രാത്രിയെ പൊട്ടി വീണിട്ടുണ്ട്. ഒരു വലിയ മരം ഇലക്ട്രിക് ലൈനിൻ്റെ മേലെയാണ് വീണത്. ഇനിയിപ്പോൾ നമുക്കിവിടെ കറണ്ടിൻ്റെ ഒരു പ്രശ്നം കൂടി കിടക്കുന്നുണ്ട്. കറണ്ട് ഇപ്പം ഇനി എപ്പോൾ വരുവാന്ന് നമുക്ക് പറയാൻ പറ്റൂല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നീക്കുന്നത്. ഇപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ മക്കൾക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി വരുന്ന ഒരു ഇത് കണ്ടോ നിങ്ങൾ? ഇപ്പോൾ ഒരു ബൈക്ക് വരുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ ആർക്കും ഇപ്പോൾ എവിടെയും പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. എല്ലാവരും ഇപ്പം വീട്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടാണ് ഉള്ളത്.